7 ഗോളും 7 കളിക്കാരാണ് നേടിയിരിക്കുന്നത്. കൊറോസോവ് എന്ന രാജ്യത്ത് ജനിച്ചവരില്ല, അതായത് നെതർലൻഡിൽ ജനിച്ചവരാണ്. അതിൽ സ്ക്വാഡിൽ 26-25 പേരും നെതർലൻഡിൽ ജനിച്ചവരാണ്. ജർമ്മനിക്കെതിരെ ഗോൾ അടിക്കാന്ന് പറഞ്ഞാൽ നിസ്സാരമായ ഒരു കാര്യമല്ല. ജർമ്മൻ ഗോൾ കീപ്പർ ആരാണ്? മാനുവൽ ന്യൂയറാണ്. അവസാന ലോകകപ്പ് കളിക്കുന്ന മാനുവൽ ന്യൂയറേക്കാളും പ്രായം കുറവാണ് ശരിക്കും അവിടെ കോച്ചിന്. ജപ്പാൻ എന്ന് പറഞ്ഞ ചെറിയ രാജ്യമല്ല, വലിയ അട്ടിമറികൾ നടത്തിയ ചരിത്രം അവർക്ക് ലോകകപ്പിലുണ്ട്. ജർമ്മനി അതിന്റെ സ്വാദം അറിഞ്ഞവരാണ്, ബ്രസീൽ അതിന്റെ സ്വാദം അറിഞ്ഞവരാണ്. ഇപ്പൊ ഫ്രണ്ട്ലിയിൽ പോലെ ഒരു ബ്രസീലിന് മറികടന്നവരാണ്. ആ ക്രോസ് വന്നിട്ട് വേണ്ടയ്ക്ക് ഹെഡ് ചെയ്യുന്ന സമയത്ത് വേണ്ടയ്ക്കിന് ഒരു ഭാവമുണ്ട് നോക്കുന്നത്. പന്ത് പോകുന്നില്ല, ഗോളുകൾ ഒരുപാട്. ഇരുകട്ട 3 താരങ്ങൾ ജപ്പാൻ നിരയിൽ ഇല്ല. മിനാമിനും ഇല്ല, എൻഡോ ഇല്ല, അവരില്ലായിട്ടാണ് ഈ കളി കളിക്കുന്നത്. അങ്ങനെ തണുത്ത് തുടങ്ങിയ ഒരു ലോകകപ്പിന് ഇതിപ്പോ തീ പിടിച്ചിട്ടുണ്ട്. നല്ല ബിഗ് ടീംസ് ഒക്കെ ഇറങ്ങി, ബ്രസീൽ ഇറങ്ങി, ജർമ്മനി ഇറങ്ങി, നെതർലാൻഡ്സ് ഇറങ്ങി. മത്സരങ്ങൾക്കും വളരെ ആവേശം കൂടി. തുടക്കത്തിലൊക്കെ വളരെ എന്താ പറയുക, തണുപ്പൻ മട്ടിൽ പോയിരുന്നൊരു ലോകകപ്പായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. കഴിഞ്ഞ നെതർലാൻഡ്സ് ജപ്പാൻ മത്സരത്തോടു കൂടി ശരിക്കും അങ്ങ് തീ പിടിച്ചു, ചൂട് പിടിച്ചു. പിന്നെ ജർമ്മനിയുടെ കളിക്ക് ശേഷം നമ്മൾ വലിയൊരു ഗോൾമഴ കണ്ടു. 8 ഗോള്. കൊറോസോ എന്ന് പറഞ്ഞ ഒരു രാജ്യത്തിൻ്റെ അരങ്ങേറ്റം കണ്ടു. അവർ ജർമ്മനിയെ ഗോളടിച്ച് ഞെട്ടിക്കുന്നത് കണ്ടു. അപ്പോൾ ശരിക്കും നമ്മൾ ഈ ഉറക്കൊഴിച്ചതിനൊരു കാര്യം ഉണ്ടായി തുടങ്ങി ലോകകപ്പിൽ. ഇനി അങ്ങോട്ട് എനിക്ക് തോന്നുന്നു നല്ല തീ പാർന്ന പോരാട്ടങ്ങളായിരിക്കും. ശരിക്കും ഒരു പഴയ നമ്മളെ റേഡിയോ ഉണ്ട്, വാൾവ് റേഡിയോകൾ, ചൂടായി വരാൻ കുറച്ച് സമയമെടുക്കും. ലോകകപ്പ് അങ്ങനെയാണ്. ഏതായാലും അതിന് ചൂട് പിടിച്ചു. ഇനി അങ്ങോട്ട് വളരെ വലിയ മത്സരങ്ങളായിരിക്കും. ഇന്നലത്തെ 2 മത്സരങ്ങൾ ആദർശ കണ്ടില്ലേ? ശരി, അതിന് ഏറ്റവും രസകരമായ മത്സരം ഏതായിരുന്നു? ജർമ്മനിയുടേതാണ് അല്ലെങ്കിൽ നെതർലാൻഡ്സിൻ്റെ ആയിരുന്നു? 2 മത്സരങ്ങളും ഒന്നിനൊന്ന് വെച്ചായിരുന്നു. ജർമ്മനിൻ്റെതായാലും നെതർലാൻഡ്സിൻ്റെതായാലും ആ ടീമുകളുടെ പ്രകടനം വെച്ച് നോക്കുകയാണെങ്കിൽ അവർ ഈ കഴിഞ്ഞ കാലത്ത് ഒക്കെ കണ്ടതുപോലെ തന്നെ വേൾഡ് കപ്പിലേക്ക് ഒരു വരവറിയിക്കുന്ന തരത്തിലുള്ള പ്രകടനമാണ് ജർമ്മനി കാഴ്ചവെച്ചത്. 7 ഗോളുകൾ അടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. അതും വേൾഡ് കപ്പ് ഓപ്പണറിൽ. കഴിഞ്ഞ 2 തവണയായിട്ട് 2018 2022 ജർമ്മനി അങ്ങനെ ആദ്യ മത്സരങ്ങൾ ജയിക്കാനായിട്ടില്ല. 2018 2022 ജർമ്മനിക്ക് ജയിച്ചു തുടങ്ങാനായിട്ടില്ല. അതിലൊരു മാറ്റം വരുത്തിക്കൊണ്ട് ജയിച്ചു തന്നെ, അത് അതിഗംഭീരമായ വിജയമാണ് നെൽസ്മാന്റെ നേതൃത്വത്തിൽ ജർമ്മനി കാഴ്ചവെച്ചിട്ടുള്ളത്. അത് ഒരു പോസിറ്റീവായ ഒരു ഘടകം തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ബ്രസീലിനെ, ഈ വലിയ ടീമുകളെ വെച്ച് നോക്കുമ്പോൾ ബ്രസീലിനെയും നെതർലാൻഡ്സിനെയും ജർമ്മനിയും താരതമ്യം ചെയ്യുമ്പോൾ കാര്യങ്ങൾ താരതമ്യം എളുപ്പം ജർമ്മനിക്കായിരുന്നു. കാരണം ബ്രസീലിന് ആ ഗ്രൂപ്പിൽ ഏറ്റവും ശക്തരെയാണ് ആദ്യത്തെ മത്സരത്തിന് കിട്ടിയത്, മൊറോക്കോനെ. ശരിക്കും ഒരു വെള്ളം കുടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതേ അനുഭവമാണ് നെതർലാൻഡ്സിനും. അവർക്കും ആ ഗ്രൂപ്പിൽ ഏറ്റവും ശക്തരായിട്ടുള്ള ജപ്പാനെയാണ് ആദ്യ മത്സരത്തിന് കിട്ടിയിരിക്കുന്നത്. അത് വെച്ച് നോക്കുന്ന സമയത്ത് ജർമ്മനിക്ക് താരതമ്യേന എളുപ്പമായിരുന്നു. കാരണം കൊറോസോ എന്ന് പറഞ്ഞാൽ ആകെ 1.5 ലക്ഷം ജനങ്ങൾ, നമ്മുടെ ഒരു ജില്ലയിൽ പോലുള്ള നമ്മളൊരു പഞ്ചായത്തിൽ അല്ലെങ്കിൽ ബ്ലോക്കിലൊക്കെ ഉള്ള ജനങ്ങളാണ് ശരിക്കും ആ കൊറോസോയിൽ ആകെ ഉള്ളൂ. അവരെയാണ് ആദ്യമായിട്ട് എതിർക്കാൻ കിട്ടുക. അവരുടെ ആദ്യത്തെ ലോകകപ്പാണ്. വലിയ ഒരു മത്സര പരിചയങ്ങൾ കാര്യമായിട്ടില്ല. 2 താരങ്ങൾ ഒഴികെ ബാക്കിയവരും കാര്യമായിട്ട് കളിച്ചിട്ടില്ല. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ജർമ്മനിയുടെ ഒരു വിജയത്തിന് നമുക്ക് അങ്ങനെ ആഘോഷിക്കാനുള്ള ഭാഗ്യമുണ്ടോ? ജർമ്മനിയുടെ വിജയത്തിനെ ആഘോഷിക്കുന്നതിനപ്പുറത്തേക്ക് ജർമ്മനി 7 ഗോളുകൾ നേടി എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. തുടക്ക മത്സരമാണ് 7 ഗോളുകൾ നേടിയ. അതിലെനിക്ക് തോന്നുന്ന ഒരു സംഗതി, ഈ 7 ഗോളും 7 കളിക്കാരാണ് നേടിയിരിക്കുന്നത്. അതൊരു നല്ല പോസിറ്റീവായിട്ടുള്ള വശമാണ്. അതായത് നെൽസ്മാന്റെ തന്ത്രം ആക്രമിച്ചു കളിക്കുക തന്നെയാണ്. അത് തുടക്കം മുതലേ അവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ കൊറാസോ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ലോകകപ്പ് കളിക്കാൻ വരികയാണ്. അവരെ ലോകകപ്പിലെ അരങ്ങേറ്റ മത്സരമാണ്. അവർ എത്രയും ആ രാജ്യത്തിനും ഇത്രയും, അതായത് നമ്മൾ ഡൽഹിയിലെ വലിപ്പം പോലും ഇല്ലാത്ത ഒരു രാജ്യം, 1.5 ലക്ഷം ജനങ്ങൾ മാത്രമുള്ള ഒരു രാജ്യത്തിന് 11 പേര് ലോകകപ്പിൽ ബൂട്ടണിയുന്നു. അതും ആദ്യം തന്നെ 4 വട്ടം ചാമ്പ്യന്മാരെ ജർമ്മനിക്കെതിരെ കളിക്കുന്നു. തുടക്കത്തിൽ ജർമ്മനി ഞെട്ടിച്ചുകൊണ്ടാണ് അവരുടെ തുടക്കം. ഈ കൊറോസോയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് ശരിക്കും ഇതൊരു ഉത്സവമാണ്, ഒരു ലോകകപ്പ് എന്നല്ല. അവർ ജർമ്മനിക്കെതിരെ കളിച്ചു എന്നുള്ളത് തന്നെ അവർ വലിയ നേട്ടമായിട്ടാണ്. ജയിക്കാന്നല്ല, കളിക്കുന്നത് തന്നെ ഞങ്ങൾക്ക് വലിയ നേട്ടം എന്നാണ് പറഞ്ഞത്. മാത്രമല്ല അവർ തന്നെ ഗ്രൗണ്ടിലേക്ക് വരുന്നതൊക്കെ മറ്റു ടീമുകൾ വരുന്ന പോലെ ആകാംക്ഷയിലോ ഉദ്യോഗപരിതരായിട്ടോ ടെൻഷൻ അടിച്ചിട്ടൊന്നുമല്ല വരുന്നത്. അവർ ഷർട്ടൊക്കെ അടിച്ച് ഡാൻസ് ചെയ്ത് പാട്ടൊക്കെ പാടിയിട്ടാണ് ഇന്നലെ ഗ്രൗണ്ടിലേക്ക് തന്നെ വരുന്നത്. പക്ഷെ ആ ഒരു ജോവിയൽ മൂഡ്, ഒരു എന്താ പറയുക, അവരുടെ ഒരു ജോളി മൂഡ് ശരിക്കും ഗ്രൗണ്ടിലും കണ്ടു. തുടക്കത്തിൽ എനിക്ക് തോന്നുന്നു ജർമ്മനി വളരെ പതിഞ്ഞ താളത്തിലാണ് തുടങ്ങിയത്. ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. അവരുടെ ഡിഫൻസിൽ പ്രശ്നം ഉണ്ടായിരുന്നു. ഡിഫൻസിൽ നിന്ന് മിഡ്ഫീൽഡിൽ നിന്ന് അറ്റാക്കിലേക്ക് വരുന്ന നീക്കങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. അത് പക്ഷേ ശരിക്കും കൊറോസോ നന്നായിട്ട് മുതലെടുത്തിട്ടുണ്ട്. അവർ ജർമ്മനിക്കെതിരെ ഗോൾ അടിക്കാന്ന് പറഞ്ഞാൽ നിസ്സാരമായ ഒരു കാര്യമല്ല. ജർമ്മൻ ഗോൾ കീപ്പർ ആരാണ്? മാനുവൽ ന്യൂയറാണ്. അവസാന ലോകകപ്പ് കളിക്കുന്ന മാനുവൽ ന്യൂയറേക്കാളും പ്രായം കുറവാണ് ശരിക്കും അവിടെ കോച്ചിന്. 40 വയസ്സേ ന്യൂയർക്ക്, കോച്ചിന് 39 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ കോച്ചിനേക്കാളും എക്സ്പീരിയൻസ് ഉള്ള പ്രായമുള്ളൊരു ആളാണ് ന്യൂയർ. ആ ന്യൂയറിന്റെ പോസ്റ്റാണ് കൊറോസോ ഗോൾ അടിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇന്നലെ നമ്മൾ കണ്ടതിൽ ഏറ്റവും സുന്ദരമായ 2 മുഹൂർത്തങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് കൊറോസോന്റെ ഗോളും, ഒന്ന് രണ്ടാമത്തെ കളിയിൽ ജപ്പാന്റെ 2ാമത്തെ ഈക്വലൈസറും ആയിരിക്കും. പക്ഷെ കൊറോസോ ശരിക്കും തീരെ മോശം ടീമെന്ന് പറയാൻ വയ്യ.
ആദ്യമായിട്ട് അവർ വരുന്നതെങ്കിലും അവരുടെ ഉത്സവ മൂഡും അത് മാത്രമല്ല കുറച്ച് അവർക്ക് കുറച്ച് വൈകാരികമായ നിമിഷങ്ങളായിരുന്നു. സ്റ്റേഡിയത്തിലെ ഫാൻസിനായാലും കോച്ചിന് പ്രത്യേകിച്ചിട്ട് ദേശീയഗാനം ആലപിക്കുന്ന സമയത്ത് ആ കോച്ച് അവരുടെ ഡിക്ക് അഡ്വക്കാറ്റ് എന്ന് പറഞ്ഞ അവരുടെ കോച്ച്, അതായത് ഈ ലോകകപ്പിൽ ഏറ്റവും പ്രായം കൂടിയ പരിശീലകരാണ്, 78 വയസ്സുണ്ട്. അപ്പം നെയിൽസ്മാനൊക്കെ 38, ഏറ്റവും പ്രായം കുറഞ്ഞ കോച്ചാണ്. അപ്പോൾ കോച്ചുമാരുടെ ഒരു പ്രായത്തിൻ്റെ കാര്യത്തിലായാലും മറ്റ് കളിക്കാരുടെ കാര്യത്തിലായാലും ഒക്കെ ആ രണ്ട് ടീമുകൾ തമ്മിൽ താരതമ്യമേ ഇല്ല. പക്ഷേ എന്നിട്ട് പോലും കൊറോസോ അവരുടെ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ ഒരു നിമിഷത്തിലാണ് ഈ ലോകകപ്പ് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. ഒരു ഗോൾ, ജർമ്മനിക്കെതിരെ ഒരു ഗോൾ അടിച്ചിട്ട് തിരിച്ചടിക്കുക, അത് ഒരു 10-15 മിനിറ്റിന് ശേഷം തിരിച്ചടിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഗോൾ നേടിയെന്ന് പറഞ്ഞാൽ അവരുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ആദ്യത്തെ ഗോളാണ്, അതും ജർമ്മനിക്കെതിരെ എടുക്കുന്നു. അതായത് ജർമ്മനി ത്രൂ ഔട്ട് അറ്റാക്ക് ചെയ്യുകയാണ്. ആദ്യം മുതൽ തന്നെ നെയിൽസ്മാന്റെ തന്ത്രവാദിനെ ത്രൂ ഔട്ട് അറ്റാക്ക് ചെയ്യുകയാണ്. ഫ്ലോറിയൻ വിഡ്സ്, മൂസിയാല, സനെ, ഹവേർട്സ്, ബ്രൗൺ ഉണ്ടാവും അല്ലെ, എല്ലാവരും അങ്ങനെ 7 പേര് ഗോൾ അടിച്ചു. അതൊരു ചില്ലറ കാര്യമല്ല. കളിക്കുന്ന 10 പ്ലേയിങ് കളിക്കാരിൽ 7 പേരും ഗോൾ അടിച്ചു എന്നുള്ളത് എനിക്ക് തോന്നുന്നു തുടർ മത്സരങ്ങളിൽ ജർമ്മനിക്ക് ആത്മവിശ്വാസം നൽകും. പക്ഷെ ജർമ്മനിയുടെ ജർമ്മനിയുടെ ഗോളുകൾ ആഘോഷിക്കുന്നതിന് പുറമെ എനിക്ക് തോന്നുന്നത് നമ്മൾ ആദ്യത്തെ മത്സരത്തിൽ അവരുടെ പോരായ്മകളാണ് ശരിക്കും പരിശോധിക്കേണ്ടത്. കാരണം കൊറോസോയ്ക്കെതിരെ 7 ഗോൾ അടിച്ചു എന്നുള്ളത് വലിയ കാര്യമല്ല. കാരണം അവര് ബ്രസീലിനെതിരെ 7 ഗോൾ അടിച്ചൊരു ചരിത്രം ജർമ്മനിക്കുണ്ട്. അതും 2014 ബ്രസീലിന്റെ മണ്ണിൽ വലിയ പുലിയുടെ മടയിൽ പോയിട്ടാണ് 7 ഗോൾ അടിച്ചത്. അത് ചരിത്രത്തിന്റെ ഭാഗം. പിന്നെ അവർ 8 ഗോൾ അടിച്ച് ജയിച്ച ചരിത്രമുണ്ട്. അതുകൊണ്ട് കൊറോസോയ്ക്കെതിരെ 7 ഗോൾ അടിച്ചത് വലിയ അത്ഭുതം. പക്ഷെ എനിക്ക് തോന്നുന്നത് കൊറോസോയുടെ ഗോൾ കീപ്പർ റൂമിന്റെ 2-3 സേവ് ഉണ്ട്. ആ സേവ് ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ 7 എന്നുള്ളത് 10 മാറുമായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം, ജർമ്മനിയുടെ കുറെ ഡിഫൻസീവ് ലാപ്സ് ഉണ്ട്. അവരുടെ ഗോള് വഴങ്ങിയത് തന്നെ അവരുടെ ഇത്രയും പുകൾപ്പെട്ട ഡിഫൻസാണ്, റോക്ക് സോളിഡ് ഗോളിയാണ്. പക്ഷെ എന്നിട്ടും കൊറോസോ പോലത്തെ ഒരു ടീമിന് അവിടെ ഗോൾ അടിക്കാൻ സാധിച്ചു. ആ ഗോൾ ഓർമ്മയില്ലേ? അത് ശരിക്കും ജർമ്മനിയുടെ ഒരു ഡിഫൻസിന്റെ പോരായ്മയാണ്. അതായത് പന്ത് ഹോൾഡ് ചെയ്തിട്ട് ഒരിക്കലും കൊറോസോവിന് കളിക്കാനാവില്ല. ജർമ്മനി മിഡ് അതിശക്തമാണ്, മുന്നേറ്റം അതിശക്തമാണ്. ഒരിക്കലും ഹോൾഡ് ചെയ്തുകൊണ്ട് ജർമ്മനിക്കെതിരെ കളിക്കാനാവില്ല. കൗണ്ടർ അറ്റാക്ക് തന്നെയാണ്, മുന്നേറ്റം തന്നെയാണ്. ആ ഒരു ഗോൾ വീഴുന്ന സമയം, ഒരു ഗോളിന് ശേഷവും അവർ ശരിക്കും അക്ഷരത്തിൽ ജർമ്മനി ഞെട്ടി തന്നെ പറയാം. അങ്ങനെ അവരുടെ കൗണ്ടർ അറ്റാക്കുകളിൽ വിങ് ബാക്കുകൾ, ഹിമ്മിച്ച് ആയാലും ഇപ്പുറം ബ്രൗൺ ആയാലും 2 വിങ് ബാക്കുകളും ശരിക്കും കൊറോസോന്റെ വിങ്ങർമാരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പടാപ്പാട് വിട്ടിട്ടുണ്ട്. ശരിക്കും കിമ്മിച്ചാണ് ശരിക്കും ഇന്നലെ ഒരു സപ്ലൈ കൊടുക്കുന്നത്, ശരിക്കും നന്നായിട്ട് കൊടുത്തിരിക്കുന്ന കിമ്മിച്ചാണ്. അതേസമയം ഈ കൊറോസോ വരുന്ന സമയത്ത് ജർമ്മനി ബുദ്ധിമുട്ടുന്നുണ്ട്. പിന്നെ കൊറോസോയുടെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, എല്ലാ പന്തും കൈവിട്ട് പോകുന്ന എല്ലാ പന്തും ഒരു പിറകെ പോയിട്ട് 2-3 ആള് ചേർന്നിട്ട് പിടിക്കുന്നുണ്ട്. ബോൾ റിക്കവറി വളരെ കൂടുതലാണ്. പക്ഷെ അവർക്ക് ഒരു പ്രശ്നം, ഈ ഇൻഡിവിജ്വൽ ബ്രില്യൻസിന്റെ ഒരു പോരായ്മയുണ്ട്. ഇപ്പൊ 1-1 വരുന്ന സമയത്ത് അവർ പതറി പോകുന്നുണ്ട്. അതൊരു നല്ലൊരു സ്ട്രൈക്കർ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അവർക്ക് 2-3 ഗോളുകൾ കൂടി ശരിക്കും നേടാമായിരുന്നു. 2 തവണ 3 തവണ എനിക്ക് തോന്നുന്നു അവർ ഗോളിന്റെ അടുത്തെത്തി. കൊറോസോവിൽ തന്നെ, അതായത് ഈ കൊറോസോവിൽ രാജ്യത്ത് ജനിച്ചവരില്ല, അതായത് നെതർലാൻഡിൽ ജനിച്ചവരാണ്. അതിൽ സ്ക്വാഡിൽ 26-25 പേരും നെതർലാൻഡിൽ ജനിച്ചവരാണ്. കളിക്കുന്നത് ഒരു ഡച്ച് ലീഗ് തന്നെയാണ് കളിക്കുന്നത്. അതുകൊണ്ട് വേറെ രസമുണ്ട്. കൊറോസോ കളിക്കാർക്ക് ജർമ്മനിയോട് ഒരു വൈരാഗ്യമുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ, ഈ നെതർലാൻഡ്സിന് ജർമ്മനിയോട് ഒരു വൈരാഗ്യമുണ്ട്. അത് 74 ലോകകപ്പ് ഫൈനലിന് ശേഷം ഡച്ച് ഫുട്ബോൾ ആരാധകർ ജർമ്മനിയോട് ഒരു വൈരാഗ്യം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതിങ്ങനെ കാര്യമില്ല, പലതവണ പിൽക്കാലത്ത് കളിക്കാർ തമ്മിൽ ഏറ്റുമുട്ടുന്ന അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. ഗ്രൗണ്ടിൽ ക്ലൈവേർട്ടും ഒക്കെ ഏറ്റുമുട്ടുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ആ ഒരു വൈരാഗ്യം ഈ ഡച്ച് പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന കൊറോസോയ്ക്കും ഉണ്ട്. ഇന്നലെ കളിയുടെ മുന്നേ പത്രസമ്മേളനത്തിൽ അവരത് പല ഫാൻസും അത് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ജർമ്മനി ആദ്യമേ എഴുതി തള്ളിക്കൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള പോരാട്ടം എന്നാണ് ജർമ്മൻ കോച്ച് പറഞ്ഞത്. പക്ഷെ ഒരുപക്ഷെ അങ്ങനെ ദാവീദ് അട്ടിമറിക്കുന്ന ഒരു അവസ്ഥ പോലും നമ്മൾ ഭയന്നിരുന്നു. എന്നാലും 7 ഗോളുകൾ സുന്ദരമാണ്. പക്ഷെ ജർമ്മനിക്ക് ഇനിയും പരിഹരിക്കേണ്ട കുറെ പ്രശ്നങ്ങൾ അതിലുണ്ടെന്നല്ലേ? ജർമ്മനിക്ക് ഇനിയുള്ള മത്സരങ്ങൾ, അതായത് ഒരു കളി 7 ഗോൾ നേടിയത് കൊണ്ട് ഒരിക്കലും അടുത്ത റൗണ്ടും നിർണായകമാണ്. അപ്പോൾ ഇനിയും കൂടുതൽ മെച്ചപ്പെടുത്താനുണ്ട്. കാരണം ഇനി വരാനുള്ള വലിയ ടീമുകളാണ്. കൊറോസോ ചരിത്രത്തിൽ ആദ്യമായിട്ട് കളിക്കുന്നതാണ്. കൊറോസോ മാത്രമല്ല, ഇനി ശക്തരായ ടീമുകൾ വരാനുണ്ട്. അപ്പം എത്രത്തോളം ഈ ഹാവേർട്സിനൊക്കെ ഇപ്പം 2 ഇരട്ട ഗോൾ നേടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ശരിയായ ശക്തികൾ വരുമ്പോൾ, വമ്പന്മാർ വരുമ്പോൾ ഹവേർട്സ് ഒരു ക്ലിനിക്കൽ ഫിനിഷർ അല്ല, അങ്ങനെ കൂട്ടാൻ പറ്റില്ല. ക്ലോസയ്ക്ക് ശേഷം അങ്ങനെ ജർമ്മനിക്ക് അങ്ങനെ ഒരു ക്ലിനിക്കൽ ഫിനിഷർ എന്ന രീതിയിൽ കളിക്കാരേ ഇല്ല. അവരുടെ ഒരു അഭാവം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ജർമ്മനി നേരിടുന്ന പ്രശ്നങ്ങളൊന്നാണ് ഈ പഴയ ക്ലോസയോ അല്ലെങ്കിൽ ഇവരൊന്നും പോലെയുള്ള ക്ലിൻസ്മാനി ഒന്നും പോലെയുള്ള ഒരു സ്ട്രൈക്കറിന്റെ ഒരു അഭാവം ശരിക്കും പരീക്ഷിച്ചെങ്കിലും അത്രത്തോളം ഫലം കണ്ടിട്ടില്ല. കാരണം കൊറോസോന്റെ ഡിഫൻസ് ആൾക്കൂട്ടം എന്നേ ഉള്ളൂ. അവർക്ക് ഒരു വ്യക്തമായ പദ്ധതി ഒന്നും ഉണ്ടായിരുന്നില്ല. ആ പദ്ധതി കൊണ്ട് ജർമ്മനിയെ പോലത്തെ ഒരു ടീമിനെ നേരിടാൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് ഗോളടിച്ചു എന്നതിനപ്പുറത്തേക്ക് ശരിയായ നെയിൽസ്മെന്റ് തന്ത്രങ്ങൾ മനസ്സിലാവണമെങ്കിൽ ഈ വരാനിരിക്കുന്ന മത്സരം മാത്രമേ അത് പൂർണ്ണമായിട്ട് ഇന്നത്തെ മത്സരം ഒരു കണ്ണാടിയായിട്ട് കണ്ടാൽ മതി. നമ്മൾ ആഘോഷിക്കല്ല, ആലോചിക്കുകയാണ് മത്സരത്തിനെ കുറിച്ച്. ഈ ഒന്ന് ജർമ്മനിയുടെ കളിയേക്കാളും കൂടുതൽ നമുക്ക് ആവേശം ഉണ്ടാക്കുന്ന ഒരു കളി എന്ന് പറഞ്ഞാൽ അത് നെതർലാൻഡ്സ് ജപ്പാനായിരുന്നു. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ജപ്പാൻ നമ്മുടെ ഏഷ്യൻ പ്രതിനിധിയാണ്.
പിന്നെ നെതർലാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഡാർക്ക് ഹോഴ്സ്, ശരിക്കും അവിടെ ഡാർക്ക് ഹോഴ്സ് പറയാൻ വയ്യെങ്കിലും നെതർലാൻഡ്സിന്റെ കപ്പ് കിട്ടുക എന്നുള്ളത് ഒരു കാവ്യനീതി, ചരിത്രം ആവശ്യപ്പെടുന്ന ഒരു കാവ്യനീതിയാണ്. കാരണം 3 തവണ കപ്പിനും ചുണ്ടിനെ എടുത്തു വെച്ച് കപ്പ് തുളുമ്പിപ്പോയ ഒരു ടീമാണ് നെതർലാൻഡ്സ്. 74, 78 അടുപ്പിച്ച് 2 വർഷം. അതിൽ 74 എന്ന് പറഞ്ഞാൽ യോഹാൻ ക്രൈഫ് നേരിട്ട് കളിച്ച ലോകകപ്പാണ്. ടോട്ടൽ ഫുട്ബോളിന്റെ പുഷ്കല കാലമായിരുന്നു. 78 ക്രൈഫ് കളിച്ചില്ല, അർജന്റീന ജയിച്ചു. അത് വളരെ ദുരൂഹമായൊരു ലോകകപ്പ് ഫൈനലായിരുന്നു. ക്രൈഫിന്റെ അഭാവം ശരിക്കും ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നതാണ്. അർജന്റീനൻ ഭരണകൂടം തട്ടിക്കൊണ്ടുപോയതാണ്, ഭീഷണിപ്പെടുത്തിയതാണ്, അവരുടെ നാടകങ്ങളായിരുന്നു എന്നൊക്കെ പറയുന്നു. പിന്നീട് അവർ ലോകകപ്പിന് ഫൈനലെത്തി 2010 ദക്ഷിണാഫ്രിക്കയിൽ സ്പെയിനിനോട് തോറ്റത്. അത് ശരിക്കും അവിടെ പുഷ്കല കാലമായിരുന്നു. ആര്യൻ റോബന്റെ അവസാന നിമിഷത്തെ ആ ഒരു നീക്കം, അത് ഇക്കർ കസിയസിന്റെ കാല് തട്ടി, നമ്മളെ എമി മാർട്ടിനസിന്റെ കാല് തട്ടി പന്ത് തെന്നിമാർ അർജന്റീന കപ്പ് നേടിയതുപോലെ ആ ഗോള്, ആ പന്ത് വലയിൽ കയറിയിരുന്നെങ്കിൽ ചിത്രം മാറി വേറെ ചരിത്രം പിറക്കുമായിരുന്നു. ഇപ്പോഴും ഒരു വലിയ 8 ടീമുകൾ 22 വർഷമായിട്ട് ലോകകപ്പ് നടക്കുന്നുണ്ടെങ്കിലും 8 ടീമുകളെ അതിൽ ചാമ്പ്യന്മാരായിട്ടുള്ളൂ. അതിൽ 9ാമനായിട്ട് നെതർലാൻഡ്സ് വരേണ്ടതായിരുന്നു. പക്ഷെ അവർക്ക് ഭാഗ്യം ഉണ്ടായില്ല. പിന്നീട് നമ്മൾ എന്താ പറയുക, വലിയ താരങ്ങളൊക്കെ പോയി. പക്ഷെ എങ്കിലും ഇത്തവണ ചില ആൾക്കാരെങ്കിലും ഈ നെതർലാൻഡ്സിന് ഒരു അത്ഭുതം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കളിയിൽ എന്തെങ്കിലും അവരുടെ കളി എങ്ങനെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അതിൽ മോശമായിട്ട് കളിച്ചതല്ല, 2 തവണ ഒരു ലീഡ് നേടി. പിന്നെ ജപ്പാൻ എന്ന് പറഞ്ഞാൽ ചെറിയ രാജ്യമല്ല, വലിയ അട്ടിമറികൾ നടത്തിയ ചരിത്രം അവർക്ക് ലോകകപ്പിലുണ്ട്. ജർമ്മനി അതിന്റെ സ്വാദം അറിഞ്ഞവരാണ്, ബ്രസീൽ അതിന്റെ സ്വാദം അറിഞ്ഞവരാണ്. ഇപ്പോൾ ഫ്രണ്ട്ലിയിൽ പോലെ ഒരു ബ്രസീലിനെ മറികടന്നവരാണ്. പക്ഷെ ക്വാർട്ടറിനപ്പുറം പോകാൻ സാധിച്ചിട്ടില്ല. പക്ഷെ എങ്കിലും ആ ഒരു ചെറുപ്പവും ആ വേഗതയും എപ്പോഴും ജപ്പാന്റെ വലിയ കൈമുതലാണ്. നെതർലാൻഡ്സ് ജപ്പാൻ മത്സരത്തിൽ ശരിക്കും ഞാൻ വിചാരിച്ചത് നെതർലാൻഡ്സിന് അപ്പർ ഹാൻഡ് ഉണ്ടാവുന്നു. പക്ഷെ കളിയിൽ പൊസിഷൻ കൂടുതലും മെച്ചപ്പെട്ട് കളിച്ചത് നെതർലാൻഡ്സ് ആയിരുന്നെങ്കിലും ജപ്പാന്റെ തിരിച്ചുവരവായിരുന്നു ഇന്നലെ ശരിക്കും അത്ഭുതകരം. ഓരോ തവണ ഗോളടിക്കുമ്പോൾ അവർ അത്യത്ഭുതകരമായിട്ട് അവർ ആവേശത്തോടു കൂടി തിരിച്ചടിക്കുന്നു. അപ്പൊ ശരിക്കും ഇന്നലത്തെ മത്സരത്തിൽ അങ്ങനെ തന്നെയല്ലേ ശരിക്കും അതിന്റെ? അതായത് കുറെ കാലമായിട്ട് രാജേട്ടൻ പറഞ്ഞ പോലെ തന്നെ കുറെ കാലമായിട്ട് നെതർലാൻഡ്സ് ഒരു കിരീടം മുഹുക്കിയാണ്. ഇത്തവണ എന്തായാലും കിരീടം നേടുമെന്നാണ് ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നത്. റൊണാൾഡോ കുമൻ ടീമിനെ പറ്റാവുന്നവരൊക്കെ ടീമിലെടുത്തിട്ട് ഒരു മികച്ച സംഘത്തെ തന്നെ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. പക്ഷെ ആദ്യ കളിയിൽ എന്തുകൊണ്ട് അവർക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല. ജയിക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. കാരണം ജപ്പാനാണ് എതിരാളികൾ. ഏഷ്യൻ ടീമിനൊപ്പം ഒരു അപ്പർ ഹാൻഡ് എപ്പോഴും ഉണ്ടെന്നാണ് ആരാധകരെല്ലാം കരുതിയിരുന്നത്. പക്ഷെ അവർക്ക് ജയിക്കാൻ സാധിച്ചില്ല. അതായത് രാജേട്ടൻ പറഞ്ഞ പോലെ തന്നെ ജപ്പാനായിരിക്കും ഇതുപോലെ ഹോൾഡ് ചെയ്തിട്ടോ ഒന്നും കളിക്കാൻ കഴിയുന്നില്ല. കൗണ്ടർ അറ്റാക്ക് ചെയ്യുക, അതായത് ജപ്പാൻ നെതർലാൻഡ്സിന്റെ ഡിഫൻസിനെ പരീക്ഷിക്കുക, അത് തന്നെയായിരുന്നു ജപ്പാൻ തുടക്കം മുതലേ ചെയ്തുകൊണ്ടിരുന്നത്. നെതർലാൻഡ്സിന് മറിച്ച് അതായത് അവരുടെ പ്ലാനുകൾ വ്യക്തമായിട്ട് നടപ്പാക്കാൻ സാധിച്ചിട്ടുമില്ല. ജപ്പാൻ ഇത്രത്തോളം ശക്തമായി തിരിച്ചു വരുന്ന അവരും കരുതി കാണില്ല. അതായത് വിരസമായൊരു ആദ്യ പകുതിയായിരുന്നു. അതിനുശേഷം 2ാം പകുതിയിലാണ് മൊത്തം കളിയാകെ മാറുന്നത്. ആദ്യം ഒരു ഗോൾ അടിച്ചു, അതായത് ഇത് ജപ്പാന്റെ ഡിഫൻസിന്റെ ഒരു പിഴവ് തന്നെ പറയാം. കാരണം ഈ ഹെഡർ ഗോളുകൾ തടയാൻ ജപ്പാൻ താരങ്ങൾക്ക് പണ്ട് മുതലേ അങ്ങനെ തന്നെ. വലിയ രസം എന്താണെന്ന് പറയുക, വാൻഡേക്ക് ക്യാപ്റ്റൻ വാൻഡേക്കിന്റെ ഹെഡറാണ്. പക്ഷെ ആ ഹെഡർ ഗോളാവുന്നതിനേക്കാൾ എനിക്ക് അതിൽ രസകരമായിട്ട് തോന്നിയൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ആ ക്രോസ് വന്നിട്ട് വാൻഡേക്ക് ഹെഡ് ചെയ്യുന്ന സമയത്ത് വാൻഡേക്കിന്റെ ഒരു ഭാവമുണ്ട് നോക്കുന്നത്. പന്ത് പോകുന്നില്ല, ഗോളുകൾ ഒരുപാടുണ്ട്. കാരണം പിന്നെ വാൻഡേക്കിന് ആദ്യത്തെ ഗോളല്ല, ഒരുപാട് ഗോള് വാൻഡേക്ക് ഹെഡറിലും സെറ്റ് പീസസിൽ ഗോൾ നേടുന്ന ഒരു ഡിഫൻഡറാണ്. ഇപ്പം നെതർലാൻഡ്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ നേടിയിരിക്കുന്ന ഡിഫൻഡർ അവരുടെ കോച്ച് തന്നെയാണ്, റോണൻ കോമാൻ. കോമാൻ കഴിഞ്ഞാൽ പിന്നീട് ഗോൾ അടിക്കുന്ന ഡിഫൻഡറാണ് വാൻഡേക്ക്. ഹൈറ്റ് ഒരു വലിയ ഘടകമാണ്. പക്ഷെ ആ ഗോൾ അടിക്കുന്ന സമയത്ത് നമ്മൾ ഈ കുട്ടികളൊക്കെ നമ്മൾ അപ്പൂപ്പൻ താടി പറത്തി കളഞ്ഞിട്ട് അപ്പൂപ്പൻ താടി പോകും, നമ്മൾ ഊതി 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 അപ്പൂപ്പൻ താടി നമ്മുടെ ഒരു ദിശയിലേക്ക് മാറ്റും. അതുപോലെയാണ് ശരിക്കും വാൻഡേക്കിന്റെ ഹെഡർ, കേളിംഗ് ഹെഡർ ആയിരുന്നു. അത് പോയിട്ട് വാൻഡേക്കിനെ കുനിഞ്ഞു നിന്നിട്ട് അതിങ്ങനെ നോക്കുകയാണ് ആ പന്ത് എങ്ങനെയാ പോകുന്നത്, സെക്കൻഡ് പോസ്റ്റിലേക്ക് അത് പതിക്കുന്നുണ്ടോ എന്ന് ഭയങ്കര മുഹൂർത്തം. പന്ത് പോകുന്നതല്ല, അതിൽ ആ വാൻഡേക്കിന്റെ ഒരു പിന്നെ ഭാവമാണ് ശരിക്കും പറഞ്ഞാൽ അതിൽ രസകരമായിട്ടുള്ള സംഗതി. സുന്ദരമായ ഹെഡർ ആയിരുന്നു അവർ അർഹിക്കുന്നത്. കാരണം അവരുടെ പ്ലാൻ അങ്ങനെയാണ്. ശരിക്കും ഗ്രവർ ബാഷിന്റെ ഒരു പിന്നെ ക്രോസാ വന്നത്. അത് അവര് നല്ല ഗെയിം പ്ലാൻ തന്നെയാണ് ശരിക്കും അത് അവിടെ നടപ്പിലായത്. കഴിഞ്ഞ ലോകകപ്പിലൊക്കെ ജപ്പാനെതിരെ അതേ തന്ത്രം ഉപയോഗിച്ചാണ്. അതായത് ജപ്പാൻ താരങ്ങൾക്ക് പൊതുവെ ഹൈറ്റ് കുറവായത് കൊണ്ട് അവർക്ക് ഉയരം പരമാവധി അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തുകൊണ്ട് ഗോൾ നേടുക എന്ന തന്ത്രം തന്നെയാണ് ഇത്തവണ കുമാനും നടപ്പിലാക്കിയിട്ടുള്ളത്. പക്ഷേ ജപ്പാൻ മറുതന്ത്രം ഒരുക്കി ശക്തമായി തിരിച്ചു വന്ന് കൗണ്ടർ അറ്റാക്കുകൾ തുടരെ നടത്തിക്കൊണ്ടിരുന്നു. ജപ്പാൻ വളരെ ബുദ്ധിപൂർവ്വമാണ് കളിച്ചത്. അവരുടെ ഡിഫൻസ് ശരിക്കും പറഞ്ഞാൽ പാക്ഡ് ആണ്. എല്ലാ കാലത്തും ജപ്പാൻ കളിക്കുന്നത് അവർക്കറിയാം. ഫിസിക്കൽ ഒരു മറ്റൊരു ടീമിനെ അവർക്ക് യൂറോപ്യൻ ടീംസിനെ നേരിടാൻ സാധിക്കില്ല. ഈ ഫിസിക്കൽ ഫിറ്റ്നസ് ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ അവർ ക്രൗഡ് ചെയ്ത് ഒരു ചങ്ങല പോലെ ആളുകൾ കൈകോർത്ത് നിൽക്കുന്ന പോലെ നിന്നിട്ട് അവിടെ ആൾക്കൂട്ടത്തിനെ സൃഷ്ടിച്ച് ഒരു മതിൽ സൃഷ്ടിച്ച് എന്താ പറയുക, ഈ കല്ലുകൾ അടുക്കി വെക്കുന്ന ഒരു പിന്നെ മതിൽ സൃഷ്ടിക്കുന്ന പോലെയാണ് ജപ്പാൻ എപ്പോഴും ചെയ്യുന്നത്. ആ കാര്യത്തിൽ ഇന്നലെ അവർ ഫലപ്രദമായി. ഇപ്പൊ ഇന്നലെ അവരുടെ സ്ട്രൈക്കർ ഡോണിൽ മെലനാണ്. ശരിക്കും മെംഫിസ് ഡെപ്പയ്ക്ക് പകരം ഡോണിൽ മെലനെയാണ് ഇന്നലെ കോമൻ ഫസ്റ്റ് ലെവലിൽ ഇറക്കിയത്. കാരണം ഡെപ്പയ്ക്ക് പരിക്കുണ്ടായിരുന്നു.
അതുകൊണ്ട് മെലൻ ഇറങ്ങി. പക്ഷേ മെലൻ ഒരുപാട് അവസരങ്ങൾ കിട്ടിയെങ്കിലും ഈ ജപ്പാന്റെ ഈ പ്രതിരോധത്തിന് ഈ പിന്നെ ചങ്ങലപ്പൂട്ടിട്ട് വെച്ചിരിക്കുന്നതിന് പിന്നെ എന്താ പറയുക തുളഞ്ഞു കയറാൻ മെലന് സാധിച്ചിട്ടില്ല. അവിടെ രണ്ട് വിങ്ങുകളും നന്നായിട്ട് കളിച്ചു. സോമർവിൽ എന്ന് പറഞ്ഞാൽ അവസാന നിമിഷം ടീമിലൊന്നും 3ാമത്തെ മത്സരം മാത്രമാണ്. മറ്റു കളിക്കാർക്ക് പരിക്കുള്ളത് കൊണ്ട് മാത്രം ടീമിൽ എടുത്ത ഒരാളായിരുന്നു. പക്ഷെ രണ്ടാമത്തെ ഗോൾ നേടുക മാത്രമല്ല ഇന്നലെ അവരുടെ ആക്രമണത്തിന് പ്രധാനമായിട്ടൊരു ചാലക ശക്തി എന്ന് പറഞ്ഞാൽ സോമർവിലായിരുന്നു. അതുപോലെ നമ്മൾ ആശങ്ക ഉണ്ടായിരുന്നു. കാരണം ഈ സമീപകാലത്ത് ക്ലബ്ബുകൾക്ക് കളിക്കുമ്പോൾ ഒക്കെ മോശം ഫോമിലായിരുന്നു. പക്ഷെ ഇന്നലെ പക്ഷെ അങ്ങനെയല്ല. ആ വിങ്ങുകൾക്ക് വളരെ ഊർജ്ജം കളിച്ചു. പിന്നെ ഗബ്കയ്ക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ അത് സെന്ററിലേക്ക് വരുന്ന സമയത്ത് മെലാൻ അത് ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷെ 2 തവണ തലനാര ഇടയ്ക്കാണ് ഗോൾ ഒഴിഞ്ഞു പോയത്. അതിൽ നമ്മളെ ജപ്പാൻ ഗോളി സുസുക്കിനെ സമ്മതിക്കണം. നല്ല ഒന്നാം തന്നെ സേവ് ഓഫ് ദ മാച്ച് നമ്മൾ ശരിക്കും പറയാവുന്ന 2 സേവുകളിൽ കൂടിയാണ് അവരെ രക്ഷപ്പെടുത്തിയത്. പക്ഷെ എന്നാലും അതിൽ എനിക്ക് തോന്നുന്നത് ഈ നെതർലാൻഡ്സിൽ കുറെ പോരായ്മകൾ നമ്മൾ ഇന്നലെ കണ്ടു. ശരിക്കും പറഞ്ഞാൽ കോമൻ ഈ ടീമിനെ വെച്ചിരിക്കുന്നത് ഒരു 5 പില്ലറിന് മുകളിലാണ്. ഒന്ന് വാൻഡേക്ക് ബാക്കിലുണ്ട്, പിന്നെ ഡംഫ്രൈസ് ബാക്കിലുണ്ട്, നടുവിൽ മിഡ്ഫീൽഡിൽ ഡിയോങ് ഉണ്ട്, ഫ്രണ്ടിൽ ഡെപ്പെ. അങ്ങനെയാണ്. പക്ഷെ ഡെപ്പെ ഇന്നലെ ഇറക്കാൻ സാധിച്ചില്ല. പക്ഷെ ഡിഫൻസ് നന്നായിട്ട് അവർ കാത്തു സൂക്ഷിച്ചെങ്കിലും ഡിഫൻസീവ് ലാപ്സ് കൊണ്ടാണല്ലേ ശരിക്കും നല്ല ജപ്പാന്റെ 2 ഗോളുകൾ വന്നത്. അതായത് അതിൽ ജപ്പാന്റെ ഗോളുകളിൽ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് അവർ രണ്ടാമത്തെ ഗോൾ തിരിച്ചടിക്കുന്ന ഗോളുകളാണ്. അതായത് അത്രയും ഹൈറ്റുള്ള പ്രതിരോധ കോട്ട നിരത്തി നിർത്തിയിട്ടുള്ള നെതർലാൻഡ്സിന്റെ പ്രതിരോധ ലൈനിന് ഒരു ഹെഡർ ഗോളാണ് ജപ്പാൻ നേടുന്നത്. അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം അങ്ങനെയാണ്. ഈ കമന്റേറ്റർമാർ പോലും ജപ്പാൻ ഈ ക്രോസുകളൊക്കെ എടുക്കുമ്പോൾ പറയുന്നുണ്ട് ജപ്പാൻ ഒരിക്കലും ഈ ക്രോസ് ഹെഡറിലൂടെ ഗോൾ നേടാൻ കഴിയില്ല. അവർ നേടി 2 ഗോളുകളും അവരുടെ വലത് പാർശ്വത്തിലൂടെ. കാരണം അത് വാൻഡേവനാണ് അവിടെ. പിന്നെ ഒരു ഭാഗത്ത് പിന്നെ വാൻഡേക്ക് ആണെങ്കിൽ ഇപ്പോഴത്തെ വാൻഡേവൻ ശരിക്കും പറഞ്ഞാൽ ഒരു വിങ് ബാക്ക് ആണ്. ആൾ ടിംബർ ഇല്ലാത്ത കാരണം പിന്നെ സെന്റർ ബാക്ക് ആക്കിയതാണ്. അതിന്റെ ഒരു പോരായ്മ ആയിരിക്കും തോന്നുന്നു. തുടക്കത്തിൽ ഈ നല്ല ഡിഫൻസിനെ അവര് പിളർത്തിയിട്ട് ഗോൾ നേടിയത് ഭയങ്കര അത്ഭുതകരമായിട്ടാണ്. എനിക്കൊന്ന് ഈ ഹെഡർ ഗോളിലും അവിടെ മാർക്ക് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അവിടെ എവിടെയോ ഒരു പ്ലാൻ ശരിക്കും പറഞ്ഞാൽ കോമാൻഡ് ഒരു പരാജയം കൂടിയാണ്. അതായത് ജപ്പാൻ അങ്ങനെ ആയിരുന്നില്ല. അതായത് ജപ്പാന്റെ ക്രോസുകളെയൊക്കെ വളരെ സുന്ദരമായിട്ട് പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു ടീം കൂടിയാണ്, കഴിയുന്ന താരങ്ങളുണ്ട്. പക്ഷേ അവർക്കതിന് സാധിക്കുന്നില്ലെങ്കിൽ അവരുടെ ഡിഫൻസിൽ വന്ന് ശരിയായ പിഴവുകൾ തന്നെയാണ്. ഇങ്ങനെ ആയിരുന്നില്ല ഈ ഹൈലൈനൊക്കെ ഒരുക്കി നിർത്തേണ്ടത്, ഇങ്ങനെ ആയിരുന്നില്ല എന്നാണ് ഒരിക്കലും കൂടി ചിന്തിക്കുക. തന്നെ ശരിക്കും നക്കാമുറ നേടിയ ഗോളില് അവർക്ക് കളിക്കാൻ അവിടെ സ്പേസ് കൊടുക്കുക, സ്പേസും സമയവും കൊടുക്കുക. ഇത് രണ്ടും ഒരിക്കലും കൊടുക്കാതിരിക്കുകയാണ് ജപ്പാൻ ചെയ്തിരിക്കുന്നത് മറുഭാഗത്ത്. ഇവിടെ പക്ഷേ ജപ്പാൻ ഇവിടെ എത്തിയ ജപ്പാനെ അവിടെ പന്ത് കൈമാറാൻ കോബയ്ക്ക് പന്ത് നക്കാമുറയ്ക്ക് കൈമാറാനൊക്കെ ഒരുപാട് സമയവും സ്ഥലവും കൊടുത്തു. നന്നായിട്ട് ഷൂട്ട് ചെയ്യാൻ അവർക്ക് ഒരുപാട് സമയം ആലോചിച്ച് ഷൂട്ട് ചെയ്യാൻ ഒരു സമയം കൊടുത്തു. അതിനവർക്ക് പ്രോപ്പറായിട്ട് വഴി മുടക്കാനും സാധിച്ചില്ല. അതുപോലെ തന്നെ 2ാമത്തെ ഗോളും അവർ ഡിഫൻസിന്റെ ഒരു ലാപ്സ് അവിടെ ഉണ്ട്. അതിന് എനിക്ക് തോന്നുന്നു കോമാൻ വേറൊരു അപകടം കൂടി ചെയ്തു. കാരണം ഈ 2 ഗോളിനെ ലീഡ് ചെയ്ത് ഉടനെ തന്നെ എനിക്ക് അവർ 2ാമത്തെ ഗോൾ നേടുന്നത് 64-ാം മിനിറ്റാണ്. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു നിരന്തര സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തി കളിയുടെ തന്ത്രം മാറ്റി. അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്ന നെതർലാൻഡ്സ് പെട്ടെന്ന് ബാക്കിലേക്ക് വലിഞ്ഞു അല്ലെ. അതൊരു കാരണമായിട്ടുണ്ടാവില്ല. അതായത് അങ്ങനെ ഡിഫൻസിലേക്ക് വരുമ്പോഴത്തേക്ക് 2 ഗോളുകൾ നേടി ഇനി അത് പ്രതിരോധിക്കാന്നുള്ള ഒരു അധിക ആത്മവിശ്വാസത്തിനുള്ള ഒരു വില കൂടിയായിരിക്കും ഈ ജപ്പാന്റെ മാറ്റി കളഞ്ഞു. ശരിക്കും തന്നെ ജപ്പാൻ ഏറ്റവും കൂടുതൽ തലവേദന സമർവിലിനെ പിൻവലിച്ചു. അതുപോലെ ഒരു 3ാമത്തെ ഒരു സെന്റർ ബാക്കിനെ നെതാൻ ആക്കിനെ കൊണ്ടുവന്ന് 3ാമത്തെ സെന്റർ ബാക്ക് ആക്കി. ശരിക്കും പറഞ്ഞാൽ ഡച്ച് ഫുട്ബോളിന്റെ എല്ലാ കാലത്തും ടോട്ടൽ ഫുട്ബോൾ 70കളുടെ അവസാനം ടോട്ടൽ ഫുട്ബോൾ ഉത്ഭവിച്ചത് അവിടെ നിന്നാണല്ലോ, യോഹാൻ ക്രൈഫിന്റെ കാലിൽ നിന്ന്. അതിനുശേഷം എപ്പോഴും അവരുടെ ഊർജ്ജ സ്രോതസ് എന്ന് പറഞ്ഞാൽ അവരുടെ മിഡ്ഫീൽഡ് ആയിരുന്നു. ലോകത്തിലെ ലെജൻഡറി ആയിട്ടുള്ള ഒരുപാട് ഇപ്പം വേണമെങ്കിൽ ക്രൈഫിന് ഒരു പാതി വരെ നമുക്ക് പിന്നെ മിഡ്ഫീൽഡറായിട്ട് കൂട്ടാം. പിന്നെ റൂട്ട് ഗുള്ളിട്ട്, പാട്രിക് ക്ലൈവറ്റ്, എഡ്ഗാർ ഡേവിസ്, സ്നൈഡർ, അങ്ങനെ വലിയൊരു ഊർജ്ജ സ്രോതസ് ഉണ്ട്. മകൻ ഇതിനകത്തുണ്ട്. അപ്പൊ അതാണ് അവരുടെ പവർ ഹൗസ്. അതിന് പക്ഷേ അത് ഉപയോഗിക്കുന്നതിന് പകരം അവിടെ പെട്ടെന്ന് അത് ഡിഫൻസീവായി. ഇന്നലെ ശരിക്കും ഡിയോങ് നന്നായിട്ട് കളിച്ചു. സിറ്റിയിലെ റേഞ്ചേഴ്സ് നന്നായിട്ട് കളിച്ചു. പക്ഷെ എനിക്കൊന്ന് ഗ്രാൻഡ് പേഴ്സന്റെ ആണ്. പക്ഷെ ഗോളിലേക്ക് നീങ്ങിയ മുന്നേറ്റങ്ങൾ കൂടുതലും ഗ്രാൻഡ് പേഴ്സന്റെ ഭാഗത്താണ്. ഡിയോങ് ശരിക്കും പിന്നെ എന്താ പറയാ ഡിഫൻസീവ് ആണ്. ഒരു പ്രശ്നം അതുകൊണ്ട് തന്നെ ഈ മിഡ്ഫീൽഡിൽ ഒരുപാട് ഗ്യാപ്പുകൾ, ഷോർട്ട് ഗ്യാപ്പുകൾ ശരിക്കും ഉണ്ടായി. ഈ ഷോർട്ട് ഗ്യാപ്പുകൾ ഉണ്ടാകുമ്പോൾ പറഞ്ഞാൽ ജപ്പാൻ ഷോർട്ട് ബോളുകൾ വെച്ച് കളിക്കുന്ന ജപ്പാനെ സംബന്ധിച്ചിടത്തോളം അവർ ശക്തിയല്ല അവർ ഉപയോഗിക്കുന്നത്. ആ വേഗതയും കുറിയ പാസുകൾ കണിശതയാണ്, കണിശമായ പാസുകളാണ്. ആ കണിശമായ പാസുകൾക്ക് പോകാനുള്ള വഴികൾ പക്ഷേ
ഈ ഡിയോങ്ങും ഇവരൊക്കെ ഒരുക്കി കൊടുത്തു. കഴിഞ്ഞ ലോകകപ്പിലൊക്കെ ബെൽജിയത്തിനൊക്കെ എതിരായിട്ട് നമ്മൾ കണ്ടു. അവരെ സ്ട്രാറ്റജി അങ്ങനെയാണ്, അതായത് ചെറിയ പാസുകളിലൂടെ അതിവേഗം മുന്നോട്ടാക്കുക, അതായത് അവരെ മിഡ്ഫീൽഡിൽ ഡിഫൻസ് ചെയ്യുന്ന ലൈനിനെ പൊളിച്ചിട്ട് മുന്നേറുക, വിങ്ങുകളിലൂടെ മുന്നേറുക, ക്രോസുകൾ വളരെ അപൂർവം മാത്രമേ അവർ ക്രോസുകളിലൂടെ എതിരാളികളെ ആക്രമിക്കാറുള്ളൂ. അവരുടെ തന്ത്രം ക്രോസുകളൊന്നുമല്ല, അതായത് ഈ വിങ്ങുകളിലൂടെ ആക്രമിക്കുക, ചെറിയ കുറിയ പാസുകൾ കൊണ്ട് ഡിഫൻസീവ് ലൈനിനെ ബ്രേക്ക് ചെയ്യുക. കോബയും ഡോനും നക്കാമുറിക്ക് ആ കാര്യത്തിൽ ശരിക്കും വളരെ ഫലപ്രദമായിട്ടാണ് ഈ ഡച്ച് പ്രതിരോധത്തിനെ ഭേദിച്ചത്. പേരുകെട്ട 3 താരങ്ങൾ ജപ്പാൻ നിരയിൽ ഇല്ല, മിനാമിനും ഇല്ല, എൻഡോ ഇല്ല, അവരില്ലായിട്ടാണ് ഈ കളി കളിക്കുന്നത്. അപ്പൊ അവിടെ ശരിക്കും എവിടെ നെതർലാൻഡ്സിന് ശരിക്കും നന്നായിട്ട് ജപ്പാന്റെ മുന്നേറ്റത്തെ മിഡ്ഫീൽഡ് തന്നെ തടയുന്നില്ല, അവർക്ക് കുറെ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു ഈ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ആശങ്കയോടുകൂടി ആദ്യോടുകൂടി വന്ന ഒരാൾ ശരിക്കും കോമേനാണ്. കാരണം കോമേനെ ഫുൾ സ്ട്രെങ്ത് കൊണ്ടുവരാൻ പറ്റിയില്ല, കാരണം എല്ലാവരും പരിക്കില്ല, ഭൂരിഭാഗം കളിക്കാർ പരിക്കിലാണ്. പിന്നെ ആശ്രയിക്കാവുന്ന വാൻഡേക്ക് പ്രായം കൂടിയല്ല, അവസാനത്തെ വേൾഡ് കപ്പ് കളിക്കുന്ന ഒരാളാണ് വാൻഡേക്ക്. എന്നാലും വിശ്വാസമാണ് ഇന്നലെ ശരിക്കും ഈ ഡച്ച് നിരയിൽ ഏറ്റവും നന്നായിട്ട് കളിച്ച ആളുകളൊന്ന് ശരിക്കും പറഞ്ഞാൽ വാൻഡേക്കാണ്. ഗോൾ നേടി, ഡിഫൻസും സ്ട്രോങ് ആണ്, ഈ 2 ഗോൾ വഴങ്ങിയെങ്കിലും വാൻഡേക്കിന്റെ സൈഡ് പെർഫെക്റ്റ് ആണ്. പക്ഷെ എന്നാലും കോമൻ കുറച്ചുകൂടി ആലോചിക്കേണ്ടി വരും. ഇനിയുള്ള അങ്ങോട്ടുള്ള മത്സരങ്ങൾ അത്ര എളുപ്പമല്ല, കാരണം സ്വീഡൻ വളരെ വലിയ ജയമാണ്. ഇവർക്ക് രണ്ടുപേർക്കും പിന്നെ പോയിന്റ് നഷ്ടപ്പെട്ടു, ഓരോ പോയിന്റിലാണ് ജപ്പാനും നെതർലാൻഡ്സും നിൽക്കുന്നത്. പക്ഷെ മറുഭാഗത്ത് സ്വീഡൻ ഗോൾ വർഷം നടത്തിയിരിക്കണം, 5-1 ട്യൂണീഷ്യക്കെതിരെ നടത്തിയത്. അത് ഇവർക്കൊരു വെല്ലുവിളിയാണ്. ഗോൾ ഡിഫറൻസ് ഇനി കൂടും. അപ്പൊ ഇനിയുള്ള മത്സരങ്ങൾ ജപ്പാൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ സ്പെയിനും ജർമ്മനിയും ഉള്ള ഗ്രൂപ്പ് അവരെ തോൽപ്പിച്ചിട്ട് 1ാം സ്ഥാനം പിന്നെ വന്നവരാണ് ക്വാർട്ടറിൽ പോയി നിൽക്കുക എന്നുള്ള ശാപം ജപ്പാനുണ്ട്. പക്ഷെ എങ്കിലും ഇതേ കളിയാണെങ്കിൽ ജപ്പാന് നമ്മൾ ഭയന്നേ പറ്റും. കാരണം അവർ ഈ കളികളിൽ നിന്ന് അവർക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കും. വരാൻ പോകുന്നത് ശരിക്കും ഒരു പക്ഷേ ജപ്പാൻ ക്വാർട്ടർ കഴിഞ്ഞ് മുന്നേറിയാലും അത്ഭുതമില്ല. ശരിക്കും ഡാർക്ക് ഹോഴ്സസ് നമ്മൾ ആദ്യം നെതർലാൻഡ്സ് ആയിരിക്കും, ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു അതൊരു പക്ഷേ നെതർലാൻഡ്സ് ആയിക്കൊള്ളുന്നില്ല. ജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ നിർണായകമായ പോയിന്റ് അവർ നേടിയിട്ടുണ്ട്. അപ്പൊ ജപ്പാൻ ഒരു പക്ഷേ മുന്നോട്ട് പോകും. ജപ്പാനിൽ നിന്ന് നമുക്ക് കൂടുതൽ അത്ഭുതങ്ങൾ കാണാം. ഭയക്കേണ്ടവർ തന്നെയാണ് ജപ്പാൻ. കളി ജപ്പാനോട് വേണ്ട എന്തായാലും.